എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാടിൽ SFIO അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇഡിക്ക് കൈമാറി. പകർപ്പ് കൈമാറാൻ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി അനുമതി നൽകിയിരുന്നു. അന്വേഷണ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് തുടർ നടപടിയെടുക്കാനാണ് ഇഡിയുടെ തീരുമാനം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് നോട്ടീസ് നൽകുമെന്നാണ് വിവരം. SS ശരൺ വിശദാംശങ്ങളുമായി ചേരുന്നു. ശരൺ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി കേസിൽ കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കിയതായി നേരത്തെ തന്നെ അത് വ്യക്തമായതാണ്. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? വിശദാംശങ്ങൾ പറയൂ. റോഷ്നി, അതായത് SFIO അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇഡിക്ക് കൈമാറാനുള്ള കോടതി ഉത്തരവ്, അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ രാവിലെ പുറത്തുവിട്ടിരുന്നതാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ട് ഇഡിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ ലഭിച്ചേക്കുമെന്നുള്ള സൂചനയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതായത് അല്പസമയം മുമ്പാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അഭിഭാഷകൻ മുഖേന ഇത് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇനി ഈ റിപ്പോർട്ട് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഇഡി ഉദ്യോഗസ്ഥർ പറയുന്നത് അങ്ങനെ പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും SFIയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ആരൊക്കെയാണ് പ്രതികൾ, എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ, ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി തന്നെ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അടക്കമുള്ളവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുക എന്നുള്ളതാണ് ഇഡി പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇത് സംബന്ധിച്ച് CMRLന്റെ അനധികൃത സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഇഡി ECIR രജിസ്റ്റർ ചെയ്തിരുന്നതാണ്. അന്ന് CMRL ഉദ്യോഗസ്ഥരുടെയും CMRL MD അടക്കമുള്ളവരുടെയും ചോദ്യം ചെയ്യൽ വിശദമായി തന്നെ നടന്നിരുന്നു. അതിനുശേഷം പിന്നീട് ഒരു ഘട്ടത്തിൽ അന്വേഷണം നിലച്ചതുപോലെയായിരുന്നു. പിന്നീട് SFIയുടെ കുറ്റപത്രം, അതായത് SFIയുടെ അന്വേഷണ റിപ്പോർട്ടോ വന്നതോടുകൂടിയാണ് അന്വേഷണം ഊർജിതമാക്കാൻ ഇഡിയും തീരുമാനിച്ചത്. പ്രത്യേകിച്ച് കമ്പനി കാര്യ നിയമത്തിലെ സെക്ഷൻ 447 പ്രകാരമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഒപ്പം CMRL MD ശശിധരൻ കർത്ത അടക്കമുള്ളവരെ പ്രതി ചേർത്തിരിക്കുന്നത്. അത് ഈ കള്ളക്കണക്കുകളുടെ പേരിൽ, അതായത് വ്യാജ കണക്കുകൾ ഉണ്ടാക്കിയുള്ള സാമ്പത്തിക ഇടപാടുകൾ, പണമിടപാടുകൾ, ഒപ്പം തന്നെ സേവനം നൽകാതെയുള്ള പണം കൈപ്പറ്റലാണ് നടന്നതെന്നുള്ളതാണ് SFIയുടെ കണ്ടെത്തൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 447 സെക്ഷൻ പ്രകാരമുള്ളത് അത് വഞ്ചന കുറ്റമാണ്. അത് കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നുള്ളതാണ് ഇഡിക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് SFIO അന്വേഷണ റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള അന്വേഷണം ഊർജിതമാക്കാൻ ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി ഏറ്റവും കൂടുതൽ ഏവനും ഉറ്റുനോക്കാൻ പോകുന്ന ഏജൻസി ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെയാണ്. കാരണം ഇനി എപ്പോഴായിരിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ നോട്ടീസ് നൽകുക എന്നുള്ളതാണ് അറിയേണ്ടത്. ശരി, ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും SFIയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നിലവിൽ ഇഡിക്ക് കൈമാറിയിരിക്കുകയാണ്. ഇനി തുടർ നടപടികളിലേക്കൊക്കെ ഇഡി കടക്കും.